ഗൈസ് 400ഓളം ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇതൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യത്തേത് ഒരു ദിവസം ഫുള്ള് വെളിയിൽ നിന്ന് കഴിച്ച്, അത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. രണ്ടാമത്തെ ദിവസം ഫുള്ള് വീട്ടിൽ നിന്ന് കഴിച്ച്. അപ്പം അങ്ങനെ 2 ദിവസങ്ങളായിട്ടാണ് ഈ വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പം ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ലെറ്റ് സ്റ്റാർട്ട് മാഗി. എന്ത് ബിസിനസ് ഐഡിയ ആണ് താല്പര്യം? പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യും? നമ്മുടെ ഫാം റെസ്റ്റോറന്റ് ആയിട്ട് മാറ്റും. ഫാം ഒരു റെസ്റ്റോറന്റ് ഫാം റെസ്റ്റോറന്റ് ആയിട്ടാ മരങ്ങളുടെ ഇടയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഒരു ഏറുമാടം പോലെ കെട്ടിയിട്ട് അവിടെ മറ്റേ ക്യാമ്പും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള ഏറുമാടം കിട്ടിയാൽ മരങ്ങൾക്ക് തണലായിപ്പോകും. അതുകൊണ്ട് അത് വേണ്ട. അല്ല, താഴെ തൂണ് വെച്ചിട്ട് മേളത്തെ നിലയിൽ ജസ്റ്റ് ഷെൽട്ടർ പോലെ റൂഫ്. മരങ്ങളുടെ ഗ്രോത്തിന് മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കും, മരങ്ങളിങ്ങനെ പന്തലിക്കണ്ടേ. അപ്പോൾ കേസ് രാവിലെ തേരാപ്പാര നടക്കാൻ പോയപ്പം ഒടുക്കത്തെ വെയിൽ കാരണം നമ്മൾ കുറങ്ങോണത്തുള്ള മറ്റേ ഫ്രൂട്ട് ഷോട്ട് കിട്ടുന്ന ഒരു കടയില്ലേ, പേര് പറയാം ഫ്രൂട്ട് ബേ, അവിടെ കയറിയിട്ട് ഞാൻ തീരെ കുറച്ചില്ല. അപ്പം ഞാൻ കഴിക്കാനായിട്ട് കൊതി വന്നിട്ട് ഇഷാന് കൊതിയായി ഞാൻ കുറച്ച്. ഞാൻ ഓർഡർ ചെയ്ത് ക്യാപ്പിച്ചീനോ സൺഡേ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ കോഫി ഫ്ലേവറുള്ള ഐസ്ക്രീമും എല്ലാം, ഞാൻ സാധാരണ കാപ്പി കുടിക്കാറില്ല, ചായയാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷേ എനിക്ക് കോഫി ഫ്ലേവറിലുള്ള ഡെസേർട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വയറ് പക്ഷേ പ്രശ്നമാകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാപ്പി ഡെയിലി ബേസിസിൽ കുടിക്കാത്തത്. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും ഐസ്ക്രീം ഏത് ഫ്ലേവറാന്ന് ചോദിച്ചാൽ ഉടനെ പറയും കോഫി. കുഴപ്പമില്ല, കുറുകുറാന്നൊരു സാധനം. ഗൈസ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കടയിൽ നിന്ന് മസാല ദോശയും വടയൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അത് ഗൈസ്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മാളിൽ വന്ന് അവിടെ ഈ കൃമി പോലത്തെ സാധനം വാങ്ങിക്കുന്ന കടയിൽ കുറെ കൃമികൾ വാങ്ങിച്ച് കാണിച്ചു. 500 രൂപയോ? കുറെ പേന പോലത്തെ സാധനങ്ങൾ, കുറെ പുഴു പോലത്തെ സാധനങ്ങൾ. ഗൈസ്, പിള്ളേർക്ക് ഏറ്റവും ഗുണമില്ലാത്ത ഇങ്ങനെ കൃമി പോലെയും വേരെ പോലെയൊക്കെ ഇങ്ങനെ ബിളബിളാന്നിരിക്കുന്ന സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടം എനിക്കറിയില്ല. എന്തായാലും നമ്മൾ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ പാരഗൺ ലുലു മോളിൽ പോകാം. അപ്പം നമ്മൾ പാരഗണിലെ ഫുഡ് ഒരെണ്ണം ബിരിയാണി ആയിരുന്നു, ഒരു വെജ് മീൽസ്, ഒരു ഫിഷ് കറി മീൽസ്, ഈ നെത്തോലി ഫ്രൈ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. പാരഗണിൽ കഴിച്ച ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു വെജ് മീൽസ് മാത്രം പറഞ്ഞിട്ട് പിന്നെ ഫിഷിൻ്റെ ഐറ്റംസ് അല്ലേ, ഫിഷിൻ്റെ ഐറ്റംസ് പിന്നെ നമ്മൾ എക്സ്ട്രാ സെപ്പറേറ്റ് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഒരു ലോഡ് തോരന്, അരിശ്ശേരി, പിരിശ്ശേരി, കുറേ സാധനങ്ങളൊന്നും തൊട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. എല്ലാം കണ്ടുകൊണ്ടാണോന്ന് അറിഞ്ഞൂടാ, കുറേയൊന്നും എടുക്കാൻ തോന്നിയില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എവിടെ പോയി നിന്നത്. അരമണിക്കൂർ ആ സമയത്താണ് ആ കൃമി പോലത്തെ സാധനം വാങ്ങിക്കാൻ പോയത്. അപ്പോഴത്തേക്കും അവിടെ ടോക്കൺ വന്നപ്പോൾ നമ്മൾ കഴിക്കാനിരുന്നിട്ട് എനിക്ക് തോന്നുന്നു ആ ലെമൺ ജ്യൂസ് കഴിച്ചാണ് പ്രശ്നമായത്. അതാണ് അത്ര വിശപ്പ്, ആക്രാന്തം കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കാട്ടി ആക്രാന്തം നമുക്കുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് വാഴത്തട തോരൻ, എരിശ്ശേരിയും പുളിശ്ശേരിയും ഒന്നും തൊട്ടില്ല. സാമ്പാർ എടുത്ത്, പരിപ്പെടുത്തില്ല. പായസം ഉണ്ടായിരുന്നു, അത് കുറച്ചേ എടുത്തോളൂ. എന്തോ ഒരു തൃപ്തി വന്നില്ല. എൻ്റെ കുഴപ്പമായിരിക്കും. സിപി ഇഷ്ടപ്പെട്ടായിരുന്നോ? തലയാട്ടുന്നുണ്ട്. എനിക്ക് ഇപ്പം വേണമെങ്കിൽ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം പോയാലോ കഴിക്കാൻ? പോവാനാ? അരമണിക്കൂറുണ്ട് ഇവിടെ നിന്ന്. ഇവിടുത്തെ മെയ്ഡ് വന്നിട്ടില്ല. അപ്പം നമ്മൾ വെളിയിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ സ്ഥിരം വെളിയിൽ നിന്നാണ് കഴിക്കുന്നത്. യെസ് ഗൈസ്, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാം വെളിയിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര പറഞ്ഞാലും ഇവർ കേൾക്കില്ല. പിന്നെ ഒരു കൊതിയുണ്ടെന്ന് കുട്ടിക്കോ ഗൈസ്. നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കും ഗൈസ്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാസത്തിൽ 2 പ്രാവശ്യം പോലും വെളിയിൽ നിന്ന് കഴിക്കൂല. സത്യം പറഞ്ഞ ഒരു 3-4 മാസം കൂടുന്തോറും വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒരു പൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈ ഒരു തട്ടുകടയിൽ നിന്ന് ഓർഡർ ചെയ്ത് തരും. അതായിരുന്നു നമ്മുടെ ലക്ഷൂറിയസ് വെളിയിൽ നിന്ന് കഴിക്കുന്നത്. പിന്നെ വല്ല എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയപ്പോഴാണ് പിന്നെ മറ്റേ ഈ നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ പോണത്. നിങ്ങളെ വീട്ടിൽ നിന്ന് മാസത്തിൽ 1 പ്രാവശ്യം, എവരെ വീട്ടിൽ നിന്ന് മാസത്തിൽ 1 പ്രാവശ്യം വെളിയിൽ കൊണ്ടുപോകുന്നാണ് പറയുന്നത് അല്ലേ? എവിടെയാണ് പോണത്? ആസാദിൽ പോയിട്ട് എന്താണ് കഴിച്ചോണ്ടിരുന്നത്? പൊറോട്ട, ചിക്കൻ കറി. എന്തായാലും വർഷങ്ങൾക്ക് മുന്നേ കഴിച്ച ആസാദിൽ നമ്മളും പോയി ഗൈസ്, കാണിച്ചു തരാം. അന്നത്തെ ഡിന്നർ അവിടെ നിന്നായിരുന്നു.
ഗൈസ് നമ്മൾ വാഴ മൂവി കാണാൻ പോണത് ആസാദി കറി ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പൊറോട്ടയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എനിക്കറിയാം ഭയങ്കര അൺഹെൽത്തി ആണെന്ന്, പക്ഷേ ഇന്നൊരു ദിവസം ഫുള്ള് നമ്മൾ വെളിയിൽ നിന്ന് കഴിച്ച് ഇനിയിപ്പം അടുത്ത മാസം ഇതേപോലെ ഫുൾ മീൽസ് വെളിയിൽ നിന്ന് കഴിക്കുന്ന ഒരു ദിവസം വരുള്ളൂ ഗൈസ്. മാസത്തിൽ ഒരു പ്രാവശ്യം ഡബിൾ ഫുൾ ഡേ വെളിയിൽ നിന്ന് കഴിക്കുമെന്നുകൊണ്ട് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. എന്തായാലും അടിപൊളി ചിക്കൻ കറി, പണ്ട് കഴിച്ച അതേ നൊസ്റ്റാൾജിക് ടേസ്റ്റ് ഇപ്പോഴും അവർ ആ ട്രഡീഷൻ അതേപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ചിക്കൻ കറി കടയിൽ പോയി കഴിച്ചാൽ ചിക്കൻ്റെ കഷ്ണം കഴിക്കാറില്ല, പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആസാദ് നമ്മുടെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലുമുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഗൈസ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല, നല്ല ഫുഡ് കഴിച്ചാൽ നല്ല ഫുഡാണെന്ന് ഞാൻ പറയും, അതുകൊണ്ട് മാത്രമാണ്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മളതിന് തൊട്ടടുത്താണ് വാഴ സിനിമയില്ലേ, കൊച്ചു പിള്ളേർ ഇപ്പോൾ എല്ലാം എൻ്റെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫ് എനിക്ക് ചിലയിടത്തൊക്കെ കുറച്ച് ഡ്രാഗിങ് ആയിട്ട് തോന്നി, അവസാനം അടിപൊളിയായിരുന്നു. പക്ഷേ വാഴ 2 എനിക്ക് സൂപ്പർ എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ സിനിമ ഇപ്പം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്ന കേൾവികൾ. അപ്പം നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ഈ ചേച്ചി എന്തിനാണ് കഴിക്കുന്നത്, രാവിലെ ഞാൻ ഈ എന്താ പിശാന്നിരിക്കണ ഈ സാധനമാണ് മിക്ക ദിവസവും കഴിക്കുന്നത്. ഞാനിത് പല വീഡിയോയിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കഴിക്കുന്ന ഒരു റാഗി കുറുക്കാണ് ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ പിഴുപിഴ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഗൈസ് ഞാൻ എന്ത് വേണമെങ്കിലും തിന്നുള്ളൂ. എനിക്ക് രാവിലെ ഇന്ന സാധനം വേണം, ഉച്ചയ്ക്ക് ഇന്ന സാധനം വേണം, രാത്രി ഇന്ന അങ്ങനെ എനിക്ക് ഒരു നിർബന്ധമില്ല ഗൈസ്. തിരിച്ച് അത്യാവശ്യം തിന്നാൻ കൊള്ളാവണ വയറിനസുഖം വരാത്ത സാധനങ്ങൾ ഞാൻ ഷാപ്പിട്ടോളും. പൊതുവേ ഞാൻ വീട്ടിലാണെങ്കിൽ ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഒരു ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടില്ല ഗൈസ്. ലഞ്ച് ടൈം വരെ ഞാൻ പിടിച്ചിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത് ചോറ് രാവിലെ ഇരുന്ന് അതേ സ്ഥലത്ത് തന്നെ പിന്നെ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഈ സാധനം കാലിങ്ങനെ നേട്ടി ഇങ്ങനെ വെച്ചിട്ട് സോഫയിൽ ഇരുന്ന് തിന്നുന്ന ഒരു പ്രത്യേക സുഖം തന്നെ. പക്ഷേ ടി വിയും കൂടെ ഓൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ സുഖം തീരെ പറയാൻ വേണ്ട, ഡബിൾ സുഖം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാർ, പപ്പടം, തോരൻ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത്രയും 2 കറിയൊന്നുമില്ല, ഒരു കറി ഒരു തോരൻ, ഇത്രയാണ് നമ്മുടെ ഫുഡ്. ഇതിങ്ങനെ ഇറക്കി കഴിയുമ്പോൾ തൊട്ട് എനിക്ക് തുടങ്ങണ വിശപ്പാണ്. പിന്നെ ഒരു 6 മണി വരെ ഞാനിങ്ങനെ ചവച്ചോണ്ടിരിക്കുക. എന്താണ് റീസൺ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഗൈസ്. ഇത് കണ്ട ഗൈസ്, ഞാൻ കഴിച്ച ഉടനെ ഞാൻ കിസ്മിസ് എന്തെങ്കിലും മധുരം ക്രേവിങ് തുടങ്ങും. കിസ്മിസ് ഞാൻ ആയിരുന്ന ഇരിപ്പിൽ ഒരു 200 ഗ്രാം കിസ്മിസ് എങ്കിലും ചെയ്യില്ല, ഒരു 100 ഗ്രാം കിസ്മിസ് എങ്കിലും അകത്താക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉപ്പെടുക്കാൻ പോയി, അതിൻ്റെ ക്ഷീണം മാറ്റാം. ചിപ്സ് കഴിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങളെ കണ്ടായിരുന്ന urla.com നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ, കുറേ സ്നാക്കുകൾ, അത് ഇനിയും തീരാനിരിപ്പുണ്ട്. അതിനുള്ള ചിപ്സ് ഞാൻ കറുമുറ കഴിച്ച് പിന്നെ കറുമുറ വറുത്ത് കൊളസ്ട്രോളെല്ലാം കയറ്റണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാറ്റി വെച്ച്. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് റിയ വരും. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ ഈ ഇരിപ്പിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. തിന്നുന്ന സമയത്ത് മാത്രം വീഡിയോ എടുക്കണമെന്നേ ഉള്ളു കേസ്, അല്ലെങ്കിൽ ഞാൻ കയറി ഇറക്കുന്നതാണ്. ഇപ്പം നമ്മൾ ജുവൽസിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് ഇരിക്കാൻ പോലും സമയമില്ല, ഒരേ ഓട്ടമാണ്. പിന്നെ രാത്രി നമുക്ക് ഇന്ന് എന്താണ് കഴിക്കാനെന്ന് ഞാൻ നോയിക്കൊണ്ടിരിക്കണമെന്നത് എൻ്റെ കഴുത്തിൽ ചുളിവ് വന്ന് കിളവിയായെന്നാണ് നോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എത്ര വയസ്സാകുമ്പോൾ കഴുത്തിൽ ചുളിവ് വരും, കിളവിയായെന്നൊരു ചെറിയ ഡൗട്ട്, ചുമ്മാ തോന്നലായിരിക്കും അല്ലേ. എന്തായാലും റിയ വന്നപ്പോൾ റിയയെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലുള്ള നല്ലവനായ എൻ്റെ കെട്ടിയവനാണെങ്കിൽ ബിസ്ക്കറ്റ്, പിന്നെ വറുത്ത കപ്പലണ്ടി, ഇമാതിരി ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതൊന്നും കണ്ടാൽ എനിക്ക് അവൾ എൻ്റെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. കൺട്രോൾ കിട്ടില്ല എന്നറിയാം. എന്തായാലും അതൊക്കെ കുറേ അടിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴാണ് ഞാൻ ഇത് കഴിക്കാൻ വന്നത്, ചപ്പാത്തി ആൻഡ് മുട്ടക്കറി. ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഈ ഫുഡുകളൊന്നും ഞാൻ കുക്ക് ചെയ്തതല്ല, എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യാൻ ഹെൽപ്പുണ്ട്. രണ്ട് വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്, വെളിയിൽ നിന്ന് കഴിച്ച ദിവസം എനിക്ക് തോന്നുന്നത് നമ്മൾ മൊത്തത്തിലൊരു രാവിലത്തെ മസാല ദോശ 300, ഉച്ചക്കത്തെ പാരഗൺ 1300, 1600, രാത്രിയിലത്തെ ഫുഡ് രാത്രിയിലത്തെ ഫുഡ് 600 700 എന്തോ തോന്നുന്നു. മൊത്തത്തിൽ ഒരു 2200 റേഞ്ചിൽ നമ്മൾ വീട്ടിൽ കഴിച്ച ഫുഡ് മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഒരു 500 രൂപ പോലും ആയി കാണൂല കേട്ടോ, 200 രൂപയായി കാണുള്ളൂ. സോ വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഫിനാൻഷ്യലി ആൻഡ് ഫിസിക്കലി ആൻഡ് ഹെൽത്ത് കുക്കിന് 500 രൂപ കൊടുക്കണം. പിന്നെ സാധനങ്ങൾ വേണം, സാധനങ്ങളുടെ വില 200 പിന്നെ അപ്പോൾ 700. അങ്ങനെ നോക്കിയാൽ വെളിയിൽ നിന്ന് കഴിക്കുന്നതിന് ലാഭമല്ലേ ഗ്യാസ്. പക്ഷെ വെളിയിൽ മറ്റേ അയാൾ ചൊറിഞ്ഞുകൊണ്ട് തുപ്പിയിടുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്നും കൂടെ ആലോചിച്ചോ. അങ്ങനെ നോക്കുമ്പോൾ വീട്ടിൽ 700 രൂപ കൊടുക്കണമെന്നും വെളിയിൽ 2000 രൂപ കൊടുക്കണ വ്യത്യാസമുണ്ട് അല്ലേ. വെളിയിൽ മറ്റേ കൊക്കപ്പുഴു മറ്റേ പ്രശ്നങ്ങളൊക്കെ വരും.
പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാണ്, പക്ഷെ പ്രയോജനമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ എന്ത് വേണമെങ്കിൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.